ഹലോ ഡിയേഴ്സ്, അത്യാവശ്യമായിട്ട് തയ്ച്ചു കൊടുക്കേണ്ട ഒരു സെറ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്തു. എ ലൈൻ ടോപ്പായിട്ടാണ് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എ ലൈൻ ടോപ്പായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ശേഷം നമുക്ക് ഇതിൻ്റെ പാൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിഗരറ്റ് പാൻറ്റിൻ്റെ മോഡൽ, പക്ഷേ കുറച്ച് ലൂസ് ബോട്ടമായിട്ട് കെടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോപ്പിന് ഒരു പോക്കറ്റ് വെക്കാൻ മറക്കരുതെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്കാണെങ്കിലോ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും സംഭവം കിട്ടുകയും വേണം. അത്യാവശ്യമായിട്ട് തയ്ച്ചു കൊടുക്കേണ്ട ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇത് വീഡിയോ എടുക്കാനോ കാണിക്കാനോ ഒന്നും തന്നെ പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ടോപ്പ് എലൈനായിട്ട് കട്ട് ചെയ്തു. ബോട്ടം നമ്മൾ ഒരു സിഗരറ്റ് പാൻറ്റിൻ്റെ മോഡലിൽ ലൂസ് ബോട്ടമായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സംഭവം കട്ടിങ് എല്ലാം കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് നൂല് നമുക്ക് കറക്റ്റ് കളറില്ല എന്നുള്ളത് മനസ്സിലായത്. പിന്നെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ഒരു സംഭവം ആയതുകൊണ്ട് ഒട്ടും നേരമില്ലാത്തത് കൊണ്ടും നമുക്ക് നൂല് വാങ്ങിക്കാൻ പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചും കൂടി നമുക്ക് സെറ്റാവുന്നത് ഡാർക്ക് ഷെയ്ഡാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഡാർക്ക് ഷെയ്ഡിലുള്ള ത്രെഡ് ഇട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത്. നമുക്ക് എപ്പോഴും ലൈറ്റ് ഷെയ്ഡിനേക്കാളും കറക്റ്റ് മാച്ചിങ് ത്രെഡ് കിട്ടിയില്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്താണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. യോക്ക് പോർഷനിൽ എംബ്രോയ്ഡറി ആയിട്ടുള്ള ഒരു ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാൻറ്റും അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എനിക്കും അവർക്കും സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.